എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാർലമെൻറ്റ് ടേബിളിലോട്ട് ഈ ആഴ്ച അവസാനത്തോടുകൂടി വരികയാണ്. JPCയുടെ അംഗീകാരത്തോടുകൂടി രാജ്യസഭ ഓൾറെഡി പാസ്സാക്കിയാണ് ഈ അമെൻമെൻറ്റ് ബില്ല്. അപ്പോൾ ഇനി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിയമമാവും, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമായി മാറും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിന് അതിൽ പറഞ്ഞിരിക്കുന്ന ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനിടയിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ കാസിം റസൂൽ എന്ന് പറയുന്ന ഒരു സുഡാപ്പി പറയാണ്, ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. അതായത് ഷഹീൻ ബാഗ് മോഡലിൽ CA-NRC മോഡൽ സമരം രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും. മുമ്പ് ഈ CA-NRC സമരം ഡൽഹിയിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. മാസങ്ങളോളം റോഡുകളൊക്കെ സ്തംഭിപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്നൊരു സംഘം, വലിയൊരു സംഘം എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ സമര ഒരു ഇതായിരുന്നു സംഘടിപ്പിച്ചത്. ഇതിന് വേണ്ടിയിട്ടാണ് പോപ്പുലർ ഫണ്ടൊക്കെ 200 കോടിയൊക്കെ ഒഴുക്കിയിരുന്നു. വിദേശത്തു നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്ത് 200 കോടിയോളം ആ സമരം പൊലിപ്പിക്കാൻ വേണ്ടിയും അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയും ഇന്ത്യക്കെതിരെ പോരാടാനും വേണ്ടി ഏകദേശം 200 കോടി രൂപയാണ് പോപ്പുലർ ഫണ്ട് പോലുള്ള ഭീകര സംഘടനകൾ അന്നൊഴുക്കിയത്. അപ്പോൾ ആ ഒരു മോഡൽ സമരത്തിനാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ, അത് ഇവരൊക്കെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സാക്ഷാൽ അമിത്ഷാ എന്താണെന്ന് അമിത്ഷായുടെ മനസ്സിൽ കാണുന്നത് തന്നെയാണ് ഇവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അമിത്ഷാക്ക് വേണ്ടതും ഇത് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു സമരം, ഇത്തരത്തിലൊരു നിയമം വരുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തെരുവിലിറങ്ങി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് അമിത്ഷാ. അപ്പോൾ അതിന് വ്യക്തമായ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ CA-NRC സമരത്തിൽ എന്താ ഉണ്ടായത്? ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മാസങ്ങളോളം ഡൽഹിയൊക്കെ സ്തംഭിപ്പിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങുന്ന സംഘം, വലിയൊരു സംഘം അവിടെ എന്താ പറയുക വലിയ ദീർഘനാൾ സമരം നടത്തിയിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവന്നു. ഞാൻ ആദ്യം പറഞ്ഞു 200 കോടിയോളം പോപ്പുലർ ഫണ്ട് ഒഴുക്കിയിരുന്നു. അപ്പോൾ അന്ന് എന്തുകൊണ്ട് ഇത്ര നീണ്ടുപോയി? ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ പറയുക അതായത് ഈ BJP രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് പോകുന്ന പല മാധ്യമ പ്രവർത്തകരും ഇന്ത്യയിലെ കുറേ ഇൻ്റലക്ച്വൽസൊക്കെ ചോദിച്ചിരുന്നു, അതായത് ഇത്ര ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടും ഇത്ര ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെങ്ങനെ ഡൽഹിയിൽ അഴിഞ്ഞാടാൻ വിടുന്നു? അവിടെ ഡൽഹിയിലൊക്കെ ഭയങ്കര കലാപ സമാനമായ അന്തരീക്ഷമായിരുന്നു. ഇവിടെ ഡൽഹി ഹൈക്കോടതിന് മുമ്പിലൊക്കെ മാസങ്ങളോളം സമരം എല്ലാം അടിച്ച് തകർക്കുക, എന്താണ് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും എന്തുകൊണ്ട് അമിത്ഷാ, അതായത് ഇത്ര ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് രാജ്യം മൊത്തം ചർച്ച ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ, അതായത് BJP പക്ഷത്തോട് നിൽക്കുന്ന ഇവിടെ കേരളത്തിലെ സംഘികൾ പോലും എന്താ പറയേണ്ടത്, അമിത്ഷാക്കും മോദിക്കും ആംബിയർ ഇല്ലേ, ഇവന്മാരെ അടിച്ചൊതുക്കാൻ ആംബിയർ ഇല്ലേ എന്നില്ലേ, അതായത് അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ആ സമയത്ത് ഒരുപാട് ഞാൻ പോലും കണ്ടിരുന്നു. അതിന് കുറേ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. ഇതെന്തായാലും ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ കുറേ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് അവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അമിത്ഷാ അത് അടിച്ചൊതുക്കാത്തതെന്ന്. പിന്നീടാണ് മനസ്സിലായത്. കാലങ്ങൾ മാറിപ്പോഴാണ്, കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് എന്താ പറയുക, വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. 2014 എന്താ പറയുക, നരേന്ദ്രമോദി സർക്കാർ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവരുടെ മെയിൻ ടാർഗറ്റായിരുന്നു വഖഫ് ബില്ലും ഈ പോപ്പുലർ ഫണ്ടിൻ്റെ നിരോധനം. അപ്പോൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. അതിനുവേണ്ടി അവർ ഇൻറ്റേർണലി സീക്രട്ടായിട്ട് പല എന്താ പറയുക ഡാറ്റകളും കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. 2014 തൊട്ട് 2022 എന്താ പറയുക പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച് ഇത്രയും കാലം ഇവർക്കെതിരെ വേണ്ട എല്ലാ തെളിവുകളും ശേഖരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട്, അതായത് സർക്കാരിന് അറിയാൻ പറ്റാത്ത, ചെന്നെത്താൻ പറ്റാത്ത ഒരുപാട് സോഴ്സുകളുണ്ടായിരുന്നു ഇവരുടെ മണി സോഴ്സ്. അതായത് ആ സംഭവങ്ങൾ അതിലേക്ക് എത്തുക, അത് പിടിക്കുക, ആരാണ് അതിൻ്റെ പുറകിൽ, ആരാണ് അതിൻ്റെ ഫണ്ട് റേസർ, ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അമിത്ഷാ അവർ പുറകെ തന്നെ ഉണ്ടായിരുന്നു. 2014 തൊട്ടിട്ട് ആ ഭരണത്തിലേറി അടുത്ത മാസം തൊട്ട് അവന്മാർ ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. അതായത് ഇവന്മാരെ ഡാറ്റ കളക്ട് ചെയ്യാൻ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു അവസരം വീണിടുന്നത്. അവർക്കറിയായിരുന്നു, അമിത്ഷാക്കും മോദിക്കൊക്കെ അറിയായിരുന്നു ഈ ഒരു നിയമം എന്താ പറയേണ്ടത്, ഈ CA-NRC പോലത്തെ നിയമം പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളായിരിക്കും, മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളായിരിക്കും സമരത്തിൽ ഇറങ്ങുക. അപ്പോൾ അതിന് പിന്നിൽ ഫണ്ട് ചെയ്യാൻ വേണ്ടി പോപ്പുലർ ഫണ്ടും കാണും. അപ്പോൾ അന്ന് തൊട്ടേ അമിത്ഷായുടെ മനസ്സിലുണ്ടായിരുന്നു ഇവന്മാരെ എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യണം, നിരോധിക്കണമെന്നില്ലേ, എന്നേക്കുമായി ലോക്ക് ചെയ്യണമെന്നില്ല. ഇത് അന്നേയും അമിത്ഷാ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് 2014 തൊട്ട്. അപ്പോഴാണ് ഇവർക്ക് അറിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു ഈ CA-NRC സമരമൊക്കെ വരുമ്പോൾ ഇവന്മാർ സമരം ചെയ്യുന്ന അമിത്ഷാക്ക് അറിയായിരുന്നു. അപ്പോൾ അമിത്ഷാ ഉദ്ദേശം ആര്യനെ നടന്നു. ആ സമരത്തിലാണ് പോപ്പുലർ ഫണ്ട് ഏകദേശം 200 കോടി രൂപ ഒഴുക്കിയത്. അതായത് മാളത്തിലൊഴിച്ച് ആദ്യം പറഞ്ഞില്ല എന്തുകൊണ്ട് ഡിലേ ചെയ്തു ഇവന്മാരൊക്കെ അടിച്ചൊതുക്കാൻ. അമിത്ഷാ വെയിറ്റ് ചെയ്യായിരുന്നു. അതായത് മാളത്തിൽ ഉള്ള എല്ലാ PFI-കാരും പുറത്തു കൊണ്ടുവരിക, ഇവരെല്ലാ സോഴ്സും ഫണ്ട് ചെയ്യുന്നത്. അതായത് 200 കോടി തീർന്നതിന് ശേഷം ഫണ്ട് വരുന്നില്ല. അപ്പോഴെന്താ പറയുന്നത്, മാളത്തിലൊളിച്ച് എല്ലാവന്മാരും ഫണ്ട് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ തുടങ്ങി. എല്ലാവരും പുറത്ത് ചാടിച്ചു. ഈ PFI-യുടെ ഫിനാൻഷ്യൽ ബാക്കിങ് എല്ലാം പുറത്ത് ചാടിച്ചു. അപ്പോൾ അവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും അമിത്ഷായുടെ കയ്യിൽ കിട്ടി. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ്, അതായത് ഈ പോപ്പുലർ ഫണ്ട് നിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡാറ്റയും അമിത്ഷായുടെ കയ്യിലെത്തിയിരുന്നു ആ സമയത്ത്. അതിന് വേണ്ടിയാണ് അമിത്ഷാ എന്താ പറയുക ഇത്രയും ഡിലേ ചെയ്തത്. അല്ലാതെ അമിത്ഷാക്ക് ഈ സമരം അടിച്ചൊതുക്കാൻ ആംബിയർ ഇല്ലാത്തത് കൊണ്ടല്ല, ശരിക്കും ഇത്തരത്തിൽ മാളത്തിൽ ഒളിച്ച ടീമിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇൻറ്റൻഷ്യലി ഡിലേ ഇട്ടത് തന്നെയാണ്. അപ്പോൾ അവന്മാരുടെ പൈസയ്ക്ക് തീർന്നപ്പോഴുണ്ടല്ലോ ഡെയിലി ബിരിയാണി ആയിരുന്നു അവിടെ ഡൽഹി ഷഹീൻ ബാഗിലെ അവിടെയൊക്കെ ഡൽഹി ഹൈക്കോടതിന് മുന്നിലൊക്കെ ഉണ്ടല്ലോ ഇവർ ബിരിയാണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് പൈസ തീർന്നു, സമരം നീണ്ടു പോയി, പൈസയ്ക്ക് തീർന്നപ്പോൾ മാളത്തിൽ ഒളിച്ച ടീമുകളൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അവന്മാരുടെ ഡീറ്റെയിൽസ്
ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അതുകൊണ്ടാണ് എന്താ പറയുക പോപ്പുലർ ഫ്രണ്ടിനെ കണ്ണുമൂട്ടി നിരോധിച്ചില്ലേ, അതായത് 2022 സെപ്റ്റംബർ 20 കണ്ണുമൂട്ടി നിരോധിക്കാൻ ആ സമയത്ത് എന്താ പറയണ്ടേ എല്ലാ ഡീറ്റെയിൽസും അമിത്ഷായുടെ പക്കലുണ്ടായിരുന്നു. ഇവന്മാർ എല്ലാ തെളിവും കോടതിയിൽ പോയാൽ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് അത്രക്കും തെളിവുകൾ, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച, ഇന്ത്യക്കെതിരെ അവർ കാട്ടിക്കൂട്ടി എല്ലാത്തിനും വ്യക്തമായ സോളിഡ് എവിഡൻസ് അമിത്ഷായുടെ കയ്യിലുണ്ട്. അതൊക്കെ കൂടുതലും കിട്ടിയത് ഈ ഷഹീൻബാഗ് സമരത്തിൻ്റെ എന്താ പറയുക ആ സമയത്ത് അത്രയും ഡിലേ ഇട്ട് ഒരാളെ ഇൻറ്റൻഷനലി പുറത്ത് ചാടിച്ച് അവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും അമിത്ഷാ പൊക്കിയിരുന്നു. അതൊക്കെ കയ്യിലുള്ളതുകൊണ്ടാണ് കണ്ണുപൂട്ടി അവന്മാർ നിരോധിച്ചത്. ഇപ്പം എന്താ പറയുക ഈ കേരളത്തിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ ഇന്ത്യയിൽ ഏത് ജയിലിലാണ് ഉള്ളതെന്ന് ഒരു പിടിപാടുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നിരുന്നു, അതായത് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്ന ആൾക്കാരെ ഇനി തിഹാർ ജയിലിൽ പാർപ്പിക്കില്ല. തിഹാർ ജയിലിൽ ഓൾറെഡി എന്താ പറയുക രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്താ പറയുക അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ എന്താ പറയുക നേരെ ഇനി UP ജയിലിലേക്ക് കൊണ്ടുപോകണം. UP തന്നെ ഒരുപാട് ഫേമസ് ജയിലുമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ള ജയിലൊക്കെ ഗോരഖ്പൂർ ഉണ്ട്, പിന്നെ പ്രയാഗ്രാജ് ഉണ്ട്, ഗാസിയാബാദ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് എന്താ പറയുക ക്രിമിനൽസ്, വലിയ വലിയ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ പാർപ്പിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എന്താ പറയുക ഉത്തർപ്രദേശിലേക്ക് മാറ്റിയതിൻ്റെ ഒരു സുപ്രധാനപ്പെട്ട തീരുമാനം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇവന്മാരൊക്കെ ഇപ്പം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികളൊക്കെ ഇപ്പം ഉത്തർപ്രദേശിലേക്ക് ജയിലിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. ഇപ്പം പറഞ്ഞു വരുന്നത് ഈ സമരം ഇതുപോലുള്ള ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെ മുസ്ലിം സംഘടനകൾ ഈ ഷഹീൻബാഗ് മോഡൽ സമരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമിത്ഷാ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ STPI കൂടി നിരോധിക്കണം. അപ്പോൾ കുറച്ചുകൂടി തെളിവുകൾ ആവശ്യമാണ് അമിത്ഷാക്ക്. അതുമാത്രമല്ല ഇവിടെ ഈ ഖാലിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ ഖാലിസ്ഥാൻ വാദികളെ മൊത്തത്തിലൊന്ന് പൂട്ടണം. ഖാലിസ്ഥാൻ വാദികൾക്കെതിരെയുള്ള ആക്രമണം കടുപ്പിക്കണം. പിന്നെ അതുമാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖ കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ എന്നുള്ള വ്യക്തമായ കുറേ തെളിവുകൾ എന്താ പറയുക കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി അമിത്ഷായുടെ കയ്യിലുണ്ട്. ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയി എന്നുള്ള തെളിവ് അമിത്ഷായുടെ പക്കലുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ശക്തമായ തെളിവുകളൊക്കെ ഇപ്പോൾ അമിത്ഷായുടെ പക്കലുണ്ട്. ഇപ്പോൾ അതുപോലെ ഈ STPയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ STPയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഖാലിസ്ഥാൻ വാദികളും പൊക്കണം. അതിനുവേണ്ടി തന്നെയാണ് അമിത്ഷാ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സമരം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നടത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായിട്ട് STP വരും. പിന്നെ അത് ഖാലിസ്ഥാൻ വാദികൾ വരും, കർഷകർ എന്താണ് വ്യാജ കർഷകർ വരും. ഇവന്മാരൊക്കെ അതായത് ഒരു വടിക്ക് എന്ന് പറയുന്നത് ഒന്നല്ല 3 പക്ഷികളാണ്. STPI, ഖാലിസ്ഥാൻ വാദികൾ, ഈ കർഷകരെ വ്യാജ കർഷകരെ എന്ന് പറയുന്ന ടീമിനെ ഒരു വടിക്ക് 3 പക്ഷിക്ക് വേണ്ടിയിട്ടാണ് അമിത്ഷാ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാത്തിരിക്കാം. CA NRC മോഡൽ സമരം ഇവന്മാർ CA NRC മോഡൽ സമരം വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെ നടത്തട്ടെ. ഈ മുസ്ലിം സംഘടനകൾ നടത്തട്ടെ. ഡൽഹിയൊക്കെ ഇവന്മാർ കത്തിക്കട്ടെ. അപ്പോൾ ഇതിന് പുറകിൽ എല്ലാവരും ചാടി പുറത്തു വരുമല്ലോ. അമിത്ഷാ പിടിക്കും. അപ്പോൾ നെക്സ്റ്റ് അത് കഴിഞ്ഞ ഉടനെ തന്നെ STPI ഇവന്മാരൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിടും. ഈ സംഘടന നിരോധിക്കും. പിന്നെ ബാക്കിയൊക്കെ എന്താ ചെയ്യാമോന്ന് അമിത്ഷാക്ക് മാത്രമേ അറിയൂ. നമുക്ക് കാത്തിരിക്കാം അതിനായിട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.